നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ. എല്ലാം കൊണ്ടും നമുക്ക് മനസ്സിനും ശരീരത്തെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരേ ഒരു കാര്യമാണ് ശത്രുദോഷം. ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നേരിട്ട് വരുന്ന ശത്രുവിനെ നമുക്ക് ഒരാളെ കാണുമ്പോൾ നമ്മുടെ ശത്രുവാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അയാളെ നേരിടാൻ കഴിയും. പക്ഷെ അതൊന്നും അറിയാതെ, ഒരു ശത്രുവാണെന്ന് അറിയാതെ നമ്മൾ അത് ശത്രുവാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. നമ്മളെ നേരിൽ നിൽക്കുന്ന ഒരാൾ അത് ശത്രുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളുടെ തോളോട് തോൾ ചേർന്ന് ഒപ്പം കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുക്കളായിട്ടുണ്ടായിരിക്കും. അവരെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാശം കാണാതെ അവർ പിന്മാറുകയുമില്ല. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരായിരിക്കും, നമ്മുടെ ഒപ്പം നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കും. പിന്നീട് കുറേ നാളുകൾ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഈ വ്യക്തി നമ്മുടെ ശത്രുവാണ് എന്നൊക്കെ. നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക. ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ഈശ്വരനോട് നമ്മൾ അടുത്ത് നിൽക്കണം. ഈശ്വര പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈശ്വര പ്രാർത്ഥനയും ഈശ്വരനോട് അടുപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ ഇത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ച് നമ്മൾ അവസാന നിമിഷം നമ്മൾ ഒന്നുമില്ലാതാവുന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉള്ളതാണ്. നമ്മുടെ കൂടെ നടന്നവർ, നമ്മുടെ ഒപ്പം തോളിൽ കൈയിട്ട് നടന്നവർ നമ്മുടെ ശത്രുവാണെന്ന് തിരിച്ചറിയുക എന്നുള്ളൊരു നിമിഷം നമുക്ക് വല്ലാത്ത വേദന വിഷമം ഉണ്ടാക്കുന്നതാണ്. എനിക്കത് തിരിച്ചറിയാൻ വളരെ വേഗം സാധിച്ചു. അത് എൻ്റെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കില്ല നമ്മളുടെ ശത്രുവാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ആൾക്കാരെന്ന് കേട്ടോ. അത് തിരിച്ചറിയുന്ന ഒരു നിമിഷം വല്ലാത്ത ഒരവസ്ഥയാണ്. എനിക്കത് തെളിവോടുകൂടി തിരിച്ചറിയാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ അത് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞൊരു വ്യക്തിയാണ്. അവരെ ഞാൻ ജീവിതത്തിൽ മാറ്റി നിർത്തുകയും ചെയ്തു. അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ ചതിച്ച ഒരു വ്യക്തിയെ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരരുത്. അവരെന്നും പുറത്ത് തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ശത്രുക്കളെ അകറ്റി നിർത്താനും ഇങ്ങനെയുള്ള ശത്രുഭാവങ്ങൾ നമ്മൾ അടുത്തോട്ട് വരാതിരിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർമ്മരംഗത്തും ബിസിനസ്സും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ വരുമ്പോൾ ശത്രു ദോഷമാണെന്ന് തിരിച്ചറിയാനും അതിന് പരിഹാരം ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ശത്രുഭാവത്തിൽ നിൽക്കുന്നവർ ആരാണെന്ന് തിരിച്ചറിയാനും അവരെ അകറ്റി നിർത്താനും നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണ്. ശിവഭഗവാന്റെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ് ഇത്. ജപിക്കാൻ ശ്രമിക്കുക. ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ശത്രുദോഷങ്ങളെല്ലാം മാറ്റിത്തരാനും ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരെ കാണിച്ചു തരാനും വേണ്ടി നന്നായിട്ട് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ ശിവനാമം നമ്മൾ കിടക്കുന്നതിന് മുന്നേ എന്താണെങ്കിലും ചൊല്ലിയതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ചൊല്ലുക. നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് തന്നെ ചൊല്ലുക. വളരെ ഭക്തിയോടുകൂടി ചൊല്ലുക. മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക. നെഞ്ചിൽ തൊട്ട് തന്നെ വിളിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവാന്റെ ഈ നാമം ചൊല്ലുമ്പോൾ ആർക്കും ഇനിയും ശത്രുത തോന്നാതിരിക്കാനും ശത്രുക്കളുള്ള ആൾക്കാരാണെങ്കിൽ ആ ശത്രു മാറി നിൽക്കാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റിത്തരാനും വേണ്ടി നമ്മൾ മനമുരുകി തന്നെ പ്രാർത്ഥിക്കുക. എനിക്കോ എൻ്റെ കുടുംബത്തിനോടോ ആർക്കും ശത്രുത തോന്നാതിരിക്കാനും പ്രാർത്ഥിക്കുക. ഈ നാമം നമ്മൾ കിടക്കുന്നതിന് മുന്നേ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് 108 തവണ ചൊല്ലിയാൽ അതീവ ശ്രേഷ്ഠമാണ്. അത് 21 പ്രാവശ്യമാവാം. ചൊല്ലാൻ ശ്രമിക്കുക. അത് നിത്യവും ജപിക്കുക. നമ്മൾ കുറച്ച് സമയം ഭഗവാന് വേണ്ടി മാറ്റി വെച്ച് അത് നമ്മുടെ ഒരു കാര്യമായിട്ട് തന്നെ കാണുക. ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുക. ഈ മന്ത്രം ജപിക്കുക. 15 ദിവസം തുടർച്ചയായിട്ട് ഈ നാമം ജപിച്ചിരിക്കണം. നമ്മൾ ഓരോ ദിവസം ഇത് ജപിക്കുമ്പോഴും പിന്നെ നമ്മൾ അതൊരു ശീലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോവുക. എല്ലാ ദിവസവും ജപിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ കേൾക്കുന്നതും കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കുന്നതും എല്ലാം നല്ലതാണ് കേട്ടോ.
ഇത് അത് തുടർച്ചയായിട്ട് നമുക്ക് ചൊല്ലാൻ ദൈവാനുഗ്രഹം ഉണ്ടായാൽ തന്നെ നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളെ നകന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഭഗവാനോട് നമ്മൾ അടുക്കുമ്പോൾ ശത്രുക്കൾ നമ്മളെ നകന്നു പോകുന്നതായിരിക്കും. അവർക്ക് നമ്മളോട് അടുക്കാൻ കഴിയാതെ വരും. ശിവ ഭഗവാന്റെ ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ്. ഇത് ജപിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ അടുത്തുണ്ടാവും. എൻ്റെ ശിവഭഗവാന്റെ ശക്തമായ ശക്തി പഞ്ചാക്ഷരി മന്ത്രം: ഹ്രീം നമ ശിവായ, ഹ്രീം നമ ശിവായ. 108 തവണ ജപിച്ചാൽ അതിശ്രേഷ്ഠമാണ്. കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചൊല്ലാം. ശുദ്ധമായ സമയം അപ്പോഴാണെങ്കിൽ, മത്സ്യമാംസമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച സമയത്ത് ചൊല്ലുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ എല്ലാവരും ജപിക്കാൻ ശ്രമിക്കുക. ഹ്രീം നമ ശിവായ, ഹ്രീം നമ ശിവായ, ഹ്രീം നമ ശിവായ. ശിവൻ്റെ ശക്തി പഞ്ചാക്ഷരി മന്ത്രം നമ്മളെ രക്ഷിച്ചിരിക്കും. ശിവഭഗവാന് മനസ്സ് നന്നായി വിചാരിച്ചില്ല, കുടുംബം രക്ഷപ്പെടും. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ശുദ്ധമായ സമയത്ത് ചൊല്ലാൻ ശ്രമിക്കുക. കുളിച്ച് ശുദ്ധമായ സമയത്ത് ചൊല്ലുക. രാത്രി കിടക്കുന്നവരാണെങ്കിൽ മാംസം ശുദ്ധമല്ലാത്ത സമയത്ത് ചൊല്ലാതിരിക്കുക. കുളിച്ച് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ചൊല്ലാൻ പറ്റുന്നവർ അപ്പം ചൊല്ലുക.